JIA-IB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ബാങ്കർമാർക്കും സ്വാഗതം. അക്കൗണ്ടിങ്ങിലെ അടിസ്ഥാന തത്വങ്ങൾ ഇത് പലപ്പോഴും നമുക്കൊരു തലവേദനയാണ്, അല്ലേ? എന്നാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ വളരെ ലളിതമായി നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ആദ്യം നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ 2 പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഒന്നാമത്തെ ഘട്ടം ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നത്, രണ്ടാമത്തേത് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനം നിങ്ങളുടെ JIA-IB പരീക്ഷയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ഈ അക്കൗണ്ടിംഗ് യാത്രയുടെ ഒരു വലിയ ചിത്രം നോക്കാം. ഇതിന് പ്രധാനമായും 2 സ്റ്റേജുകളാണുള്ളത്. നോക്കൂ, അക്കൗണ്ടിംഗ് യാത്ര എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 2 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തേത് റെക്കോർഡിംഗ് സ്റ്റേജ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും, ചെറുതും വലുതുമായ എല്ലാം, നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഘട്ടമാണിത്. അത് കഴിഞ്ഞാൽ വരുന്നു റിപ്പോർട്ടിംഗ് സ്റ്റേജ്. ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയ ഡാറ്റയെല്ലാം ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാക്കി മാറ്റുന്നു. ഓക്കേ, അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റേജിലേക്ക് കടക്കാം. അതായത് സാമ്പത്തിക വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡേറ്റ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന 6 അടിസ്ഥാന ആശയങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് തൊട്ട് ബിസിനസ് എൻറ്റിറ്റി വരെ. ഇവ ഓരോന്നും സാമ്പത്തിക കണക്കുകളുടെ ഒരു നട്ടെല്ല് പോലെയാണെന്ന് പറയാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ടേം ഇതാണ്: മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇനി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മലയാളത്തിൽ വിശദമായി മനസ്സിലാക്കാം. ഈ തത്വം പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു ബിസിനസ്സിലെ എല്ലാ ഇടപാടുകളും പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ കഴിയണം. അങ്ങനെയാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കൂട്ടാനും കുറയ്ക്കാനും താരതമ്യം ചെയ്യാനും പറ്റും. പക്ഷേ ഇതിനൊരു പോരായ്മയുണ്ട്. ഒരു കമ്പനിയുടെ പ്രശസ്തി അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ കഴിവ്, ഇതൊന്നും നമുക്ക് പണത്തിന്റെ കണക്കിൽ പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കൺസെപ്റ്റ് അത്തരം കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത പ്രധാനപ്പെട്ടൊരു വാക്കാണ് കോസ്റ്റ് കോൺസെപ്റ്റ്. നമുക്കിതെന്താണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി വാങ്ങുന്ന ആസ്തികൾ, അതായത് മെഷീനറിയോ കെട്ടിടമോ ഒക്കെ, അത് വാങ്ങിയ വിലയിൽ തന്നെ ബുക്കുകളിൽ രേഖപ്പെടുത്തണം. അല്ലാതെ അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയിലല്ല. എന്തിനാണിത്? കണക്കുകളിൽ ഒരു സ്ഥിരതയും വിശ്വാസ്യതയും നിലനിർത്താൻ ഇത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിന്റെ ഒരു അടിസ്ഥാന ശിലയെക്കുറിച്ചാണ്. ഇതാണ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സാമ്പത്തിക ഇടപാടിനും 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് എന്തെങ്കിലും കിട്ടുമ്പോൾ മറുവശത്ത് എന്തെങ്കിലും കൊടുക്കണം. ഉദാഹരണത്തിന്, ഒരു കമ്പനി പണം കൊടുത്ത് ഒരു ട്രക്ക് വാങ്ങുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ കയ്യിലുള്ള വാഹനമെന്ന ആസ്തി കൂടുന്നു. അതേസമയം തന്നെ അത് വാങ്ങാൻ ഉപയോഗിച്ച ബാങ്കിലെ പണമെന്ന ആസ്തി കുറയുന്നു. കണ്ടില്ലേ, 2 മാറ്റങ്ങൾ. ഇതുകൊണ്ടാണ് അക്കൗണ്ടിംഗ് സമവാക്യം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കുന്നത്. ഇവിടെ റിയലൈസേഷൻ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ബിസിനസ് വരുമാനം രേഖപ്പെടുത്തേണ്ടത് എപ്പോഴാണ്? വിൽപ്പന നടന്നു, സാധനമോ സേവനമോ കൈമാറി ആ പണം കമ്പനിക്ക് അവകാശപ്പെട്ടതായി എന്നുറപ്പാകുമ്പോൾ മാത്രം. അല്ലാതെ ഒരു ഓർഡർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അഡ്വാൻസ് കിട്ടുമ്പോഴോ അല്ല. ആ വരുമാനം റിയലൈസ് ചെയ്യുമ്പോൾ മാത്രം രേഖപ്പെടുത്തുക. അതാണ് നിയമം. അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ യാത്രയുടെ 2ാം ഭാഗത്തേക്ക് കടക്കാം. അതായത് നമ്മൾ രേഖപ്പെടുത്തിയ ഈ ഡേറ്റയൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതിനുമുണ്ട് ചില തത്വങ്ങൾ. റിപ്പോർട്ടിംഗ് ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7 തത്വങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. സാമ്പത്തിക റിപ്പോർട്ടുകൾ സുതാര്യവും വിശ്വസനീയവും താരതമ്യം ചെയ്യാൻ പറ്റുന്നതുമാക്കുന്നത് ഈ ആശയങ്ങളാണ്. ഇവിടെ പരസ്പരം ബന്ധമുള്ള 2 ആശയങ്ങളാണുള്ളത്. ആദ്യത്തേത് അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനം വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന ഒന്നല്ലേ? അപ്പോൾ അതിന്റെ പ്രകടനം വിലയിരുത്താൻ നമ്മൾ അതിനെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു പാദവർഷം പോലുള്ള ചെറിയ കാലയളവുകളായി തിരിക്കുന്നു. ഇനി ഗോയിങ് കൺസേൺ എന്ന ആശയം നോക്കൂ. ഇതൊരു അടിസ്ഥാന വിശ്വാസമാണ്. അതായത് ഈ ബിസിനസ് അടുത്തൊന്നും പൂട്ടാൻ പോകുന്നില്ല, മറിച്ച് ദീർഘകാലം പ്രവർത്തിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് നമ്മൾ കണക്കുകൾ തയ്യാറാക്കുന്നത്. മാച്ചിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രത്യേക വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെലവ് വന്നുവോ ആ ചിലവും വരുമാനവും ഒരേ അക്കൗണ്ടിംഗ് കാലയളവിൽ തന്നെ രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം ഒരുമിച്ചടച്ചാലും അതിന്റെ ചിലവ് ആ ഒരു മാസത്തെ കണക്കിൽ കാണിക്കില്ല. പകരം ആ വർഷത്തെ 12 മാസത്തേക്കുമായി വീതിച്ചാണ് കാണിക്കുക. കാരണം ആ ഇൻഷുറൻസിന്റെ ഗുണം ഒരു വർഷം മുഴുവൻ കിട്ടുന്നുണ്ടല്ലോ. ഈ 2 ആശയങ്ങളും നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു മുൻകരുതലെടുക്കുന്നത് പോലെയാണ്. അതായത് വരാനിരിക്കുന്ന നഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ട് രേഖപ്പെടുത്തുക.
പക്ഷേ ഉറപ്പില്ലാത്ത ലാഭങ്ങളെക്കുറിച്ച് കണക്കുകളിൽ എഴുതി വെക്കരുത്. ഇനി മെറ്റീരിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒരു നിക്ഷേപകന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയില്ലാത്ത വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട വിവരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് അതിന്റെ അർത്ഥം. അവസാനം വിശ്വാസ്യത ഉറപ്പാക്കുന്ന 2 തത്വങ്ങൾ. ഫുൾ ഡിസ്ക്ലോഷർ. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒന്നും മറച്ചുവെക്കാതെ ബിസിനസിനെ സംബന്ധിച്ച എല്ലാ പ്രധാന വിവരങ്ങളും സാമ്പത്തിക റിപ്പോർട്ടുകളിൽ സത്യസന്ധമായി വെളിപ്പെടുത്തണം. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയാണ്. ഓരോ വർഷവും നിങ്ങൾ ഒരേ അക്കൗണ്ടിംഗ് രീതികൾ തന്നെ പിന്തുടരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വർഷത്തെ റിപ്പോർട്ടിനെ മറ്റൊരു വർഷത്തെ റിപ്പോർട്ടുമായി ശരിയായി താരതമ്യം ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ നമ്മുടെ ഈ അക്കൗണ്ടിംഗ് യാത്ര പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ JIB പരീക്ഷാ തയ്യാറെടുപ്പിനായി ഇതിൽ നിന്ന് ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: റെക്കോർഡിംഗ്, റിപ്പോർട്ടിംഗ് എന്നീ 2 ഘട്ടങ്ങളും അതിലെ തത്വങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് സാമ്പത്തിക റിപ്പോർട്ടുകൾക്ക് ആധികാരികതയും വിശ്വാസ്യതയും വരുന്നത്. ഒരു ബാങ്കർ എന്ന നിലയിൽ ഈ ആശയങ്ങളിൽ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടായിരിക്കണം. കാരണം സാമ്പത്തിക കാര്യങ്ങളിലെ സത്യസന്ധതയുടെ അടിത്തറയാണ് ഇവയെല്ലാം.